നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാണ്. സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ ചികൻ രാശിയിലായിരുന്നു. 32 ദിനങ്ങൾ, ഒരു മാസം അല്ലെങ്കിൽ 32 ദിനങ്ങളാണ് സൂര്യൻ ഒരു രാശിയിൽ ഉണ്ടാവുക. ചിങ്ങമാസക്കാലം സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാണ് ചിങ്ങം. ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയായിരുന്നു. സിംഹേ വിംശതിരാതിഥ. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. പിന്നെ സൂര്യൻ മറ്റൊരു 10 ദിവസം 11 ദിവസം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ സൂര്യൻ പ്രവേശിക്കുന്നത് കന്നിരാശിയിലാണ്. ആ കന്നിരാശിക്കാണ് നാം കന്നിമാസം എന്ന് പറയുന്നത്. ഇവിടെയും കന്നിമാസം 31 ദിവസമാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുക. ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്ര തീഷ്ണതയില്ല. കന്നി അറിവിൻ്റെ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ സൂര്യൻ ആ പ്രഭാവത്തോടുകൂടി നിൽക്കുന്നു. കന്നിരാശിയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം. നല്ല മയപ്പെടുത്തുന്ന ഒരു സ്വഭാവം സൂര്യൻ പ്രകടിപ്പിക്കും. ആശ്രയഫലം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. കന്യാസ്ഥേ ലിപിലേഖ്യ കാവ്യ ഗണിത ജ്ഞാനാന്യുത സ്ത്രീവപുഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പൗരുഷമുള്ള രാശിയിൽ നിന്നും നവംസക രാശി അല്ലെങ്കിൽ സ്ത്രീ രാശി, ഫെമിനൈൻ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ സ്ത്രീവപുഹു, പൗരുഷത്തിൽ നിന്നും സൂര്യൻ എന്ത് ചെയ്തു? മയപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തോടു കൂടിയിരിക്കുമെന്നാണ്. വളരെ മൈൽഡായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കും. കന്നിയിൽ നിൽക്കുന്ന സൂര്യൻ ലിപി ലേഖ്യ കാവ്യ ഗണിത. ലിപി അക്ഷരങ്ങൾ, ലേഖനം, എഴുത്ത്, കാവ്യം, രചനാപരമായ രചനാവിഷയങ്ങൾ അല്ലേ, അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് കാവ്യപ്രവർത്തനങ്ങൾ. ഗണിതം, കണക്ക്, ജ്ഞാനാന്വിത, ഇതിലൊക്കെ തന്നെ ജ്ഞാനാന്വിത, ജ്ഞാനേന അന്വിത, ജ്ഞാനത്തോടു കൂടിയ ആളാകും. ധാരാളം വിവരം, അറിവ് സമ്പാദിക്കുമെന്നാണ് പറയുന്നത്. അറിവിൻ്റെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം. ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് കന്നി. കന്നി 15ആണ് സൂര്യൻ്റെ ഉച്ച രാശി. അപ്രകാരം നീചരാശി എപ്പോഴാണ്? മീനം 15. ഇവിടെ സൂര്യൻ വിദ്യയെ പ്രദാനം ചെയ്യുന്നു. അതിനാൽ വിജ്ഞാന കുതുകികൾക്ക്, അറിവ് നേടേണ്ടവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കന്നിമാസത്തിലാണ് വിദ്യാരംഭമൊക്കെ വരുന്നത്. ഈ വർഷം വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. അതായത് കന്നിമാസം 16-ാം തീയതിയാണ് വിദ്യാരംഭം വരുന്നത്. അന്നാണ് വിജയദശമി. നാം ഇവിടെ ചിന്തിക്കുന്നത് ഈ കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുതൽ ഈ 31 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന വിഷയമാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്നു? 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ സൂര്യൻ സേഫായ ഒരു പ്ലേസാണ് 11-ാം ഭാവം. ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും 11-ാം ഭാവം വളരെ നല്ലതാണ്. പക്ഷേ 11-ൽ പാപഗ്രഹങ്ങൾ വളരെ അനുകൂലമായി ഫലം ചെയ്യുന്നു. അത് ഉപജയ രാശിയാണ്. വർധനവിനെ കാണിക്കുന്ന ഉപജയങ്ങൾ ഏതൊക്കെയാണ്? ഉപജയരാശികൾ 3, 6, 11. ഈ ഭാവങ്ങൾ വർധനവിനെ കാണിക്കുന്നു. അത് ഉപജയരാശിയാണ്. 2 വിഷയത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നന്മകളെയും തിന്മകളെയും പ്രദാനം ചെയ്യാം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശുക്രൻ കർമാധിപനാണ്. തൻ്റെ തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന സൂര്യനാണ് 11-ാം ഭാവത്തിൽ സലാഭ, ലാഭത്തോടുകൂടി എന്ന ഫലം ചെയ്തുകൊണ്ട് ബുധനോടുകൂടെ നിപുണയോഗം ചെയ്തു നിൽക്കുന്നത് വളരെ നല്ലത്. രവസംഭവേ സംജ ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ. തനിക്ക് രാജാവ് മുദ്ര തരുന്നു, ചിഹ്നം തരുന്നു, അംഗീകാരം തരുന്നു, മെഡൽ തരുന്നു. അതാണ് 11-ലെ സൂര്യൻ. നല്ല ഫലമാണ്. പ്രതാപാനലെ ശത്രുവ സമ്പദന്തി. തൻ്റെ പ്രതാപമാകുന്ന തീയിൽ ശത്രുക്കൾ വെണ്ണീറാകും, ശത്രുക്കൾ വെന്തുപോകും തൻ്റെ പ്രതാപത്തിൽ. അത്ര നല്ല ഫലമാണ് 11-ലെ സൂര്യൻ ഇവിടെ നമുക്ക് വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്നത്. ശ്രിയോനേകഥ, ഒരു വ്യക്തി പല രീതിയിലുള്ള സമ്പത്ത്, ശ്രേയസ് അനുഭവിക്കാനുള്ള അവസരം വരുന്നു. ഇവിടെ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം, സൂര്യൻ നിൽക്കുന്നത്
ബുധക്ഷേത്രത്തിലാണ്. അത് ചികൻ രാശിയിൽ നിന്ന് കഴിഞ്ഞ് 11ലേക്ക് വരുമ്പോഴും ആ സൂര്യൻ വളരെയധികം പ്രാക്ടിക്കലായ വിഷയത്തിലൂടെ മുന്നോട്ട് നീങ്ങും. തൻ്റെ കഠിനാധ്വാനം, ചിങ്ങമാസം കഠിനാധ്വാന മാസമാണ്, അതിൽ നിന്നും മാറി അത് ലാഭത്തിലേക്ക് വരുന്നു. നാം ഏത് പ്രവൃത്തി ചെയ്താലും അതിനനുകൂലമായി നമുക്ക് ലാഭം വരും, അല്ലേ? പ്രയോജനം അനുദ്ദേശ ന മന്ദോപി പ്രവർത്തതേ, പ്രയോജനമില്ലാതെ മന്ദൻ പോലും ഒന്നും ചെയ്യുകയില്ല. അതിനാൽ ബുദ്ധിമാന്മാർ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ, 10ലെ സൂര്യൻ കഴിഞ്ഞ് ഒരു മാസം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ 31 ദിവസക്കാലം അതിൻ്റെ ഗുണപരമായ ആനുകൂല്യങ്ങൾ ലഭിച്ചേ മതിയാവുകയുള്ളൂ എന്ന് സാരം. പല രീതിയിലുള്ള സമ്പത്താണ്. തനിക്ക് സൂര്യൻ സർക്കാരാണ്, ഗവൺമെൻറ്റാണ്. അതിനാൽ പലപ്പോഴും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ, ബോണസുകൾ, കർമ്മമേഖലയിൽ ജോലി എക്സ്റ്റൻഷൻ ചെയ്ത് ലഭിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ടാകും. ശ്രിയോനേകത, അതാണ് സമ്പത്തിൻ്റെ പൂർണ്ണത. ദുഃഖമങ്കോദ്ഭവാന, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സൂര്യൻ 5ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ സന്താനങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾ. ഇവിടെ ഗർഭിണികൾ ശ്രദ്ധിക്കണം, അബോർഷൻ ഉണ്ടാവുക. പലർക്കും വൃശ്ചികൻ രാശിക്കാർക്ക് മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക. അതിനാൽ ചെറിയ 11 വയസ്സ് മുതൽ താഴോട്ടുള്ള മക്കളുടെ പേരിൽ കർഗഹോമവും 11, 12 മുതൽ അങ്ങോട്ടേക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കണം ഈ ഒരു മാസം വൃശ്ചികം രാശിക്കാരെന്ന് സാരം. പിന്നീട് സൂര്യൻ അസ്ഥികാരകനാണ്. 11ൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കാം? അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ട്, പാദങ്ങൾക്ക് ഫ്രാക്ചർ ഉണ്ടാകാം, ഉദരരോഗങ്ങളുമാകാം. 5ാം ഭാവം ഉദരമാണ്. അവിടെ ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അതുകൊണ്ടാണ് സന്താനങ്ങളുടെ അരിഷ്ടത വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 31 ദിവസത്തെ കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.